കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം കഥകളിൽ രണ്ടാം സ്കന്ധത്തിലെ 3-ാം അധ്യായമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. ശ്രീ ശുക മഹർഷി പരീക്ഷിത്തിനോട് പറയുന്നു, പ്രിയ പരീക്ഷിത്തെ, മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായി സർവാത്മാവായ ഭഗവാനെ നിരന്തരം കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്ത് മനസ്സിനെ ഈശ്വരാകാരമാക്കി തീർത്ത് അവസാനത്തിൽ നാരായണ സ്മരണയോടെ ശരീരം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി എല്ലാവരും അങ്ങനെയാകണമെന്നില്ല. മനുഷ്യൻ മരിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ മരിക്കുന്ന എല്ലാവർക്കും ഈശ്വരപ്രാപ്തി വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ മരിക്കാറായി കഴിഞ്ഞാൽ മാത്രമേ ഈശ്വര ഭജനാദികൾ ചെയ്യാൻ പാടുള്ളൂ എന്നുമില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുള്ളവരാണെങ്കിൽ അവർക്കും ഈശ്വര ഉപാസന ചെയ്യാം. അപ്പം അതുകൊണ്ട് ആഗ്രഹങ്ങളുള്ള ആളുകളുടെ ഉപാസന സമ്പ്രദായത്തെ ഞാൻ പറഞ്ഞു തരാം. ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ഏതെല്ലാം ദേവതകളെ ഭജിക്കേണ്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മതേജസ് ആഗ്രഹിക്കുന്ന ആളുകൾ ബ്രഹ്മാവിനെ ആരാധിക്കുക. ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ദ്രനെ ആരാധിക്കുക. സന്താനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പ്രജാപതികളെ ആരാധിക്കുക. സമ്പത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മായാദേവിയെ ആഗ്രഹിക്കുക. തേജസ് ആഗ്രഹിക്കുന്ന ആളുകൾ അഗ്നിയെ ആരാധിക്കുക. ധനമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഏകാദശ രുദ്രന്മാരെ ആരാധിക്കുക. അന്നം മുതലായ പദാർത്ഥങ്ങൾ, ആഹാരപദാർത്ഥങ്ങൾ ധാരാളം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അതിഥിയെ ആരാധിക്കുക. സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ അതിഥിയുടെ മക്കളായിട്ടുള്ള ദ്വാദശ ആദിത്യന്മാരെ ആരാധിക്കുക. രാജ്യത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ വിശ്വദേവന്മാരെയും ദേശത്തുള്ളവരെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സാധ്യന്മാരെയും പൂജിക്കണം എന്ന് പറയുന്നു. ദീർഘായുസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അശ്വിനി ദേവന്മാരെ, അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന ആളുകൾ ഭൂമിദേവിയെ ഉപാസിക്കുക. സ്ഥിരപ്രതിഷ്ഠ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ദ്യാവാ പൃഥിവികളെ യജിക്കണം. സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ഗന്ധർവന്മാരെ ആഗ്രഹിക്കുക. എല്ലാവരുടെയും അധിപതിയായി തീരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ബ്രഹ്മാവിനെ ആരാധിക്കുക. സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് ഭണ്ഡാരം വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വരുണനെ ആരാധിക്കുക. വിദ്യ, അറിവുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഭജിക്കുക. ദാമ്പത്യസുഖം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉമാദേവിയെ ആരാധിക്കുക. അതുപോലെ തന്നെ ധാർമ്മികനായി തീരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉത്തമശ്ലോകൻ എന്ന പേരോടുകൂടിയിട്ടുള്ള ഭഗവാനെ ആരാധിക്കുക എന്നിങ്ങനെ ആരാധനാ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണ്. ഇനി ആഗ്രഹമൊന്നുമില്ലെങ്കിൽ, യാതൊരു ആഗ്രഹവും ഇല്ലാത്ത ആളുകളാണെങ്കിലും അതുപോലെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടെങ്കിലും, ഇപ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീഹി. ഒരുപാട് ആഗ്രഹങ്ങളും ഉള്ള ആളുകളാണെങ്കിലും യാതൊരാഗ്രഹം ഇല്ലാത്ത ആളുകളാണെങ്കിലും മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും തീവ്ര ഭക്തിയോഗം കൊണ്ട് പരമപുരുഷനായിരിക്കുന്ന ശ്രീഹരിയെ, വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതാണ് നല്ലത്. ഏതാഗ്രഹങ്ങളും സാധിക്കാൻ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എല്ലാം സാധിക്കും എന്ന് പറയുന്നു. ഇനി ഈശ്വര ഉപാസന കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള പരമമായ ഫലം എന്ന് പറയുന്നത് ഭഗവാനിൽ
നിശ്ചലമായ അചഞ്ചലമായ ഭക്തി ഉണ്ടാവലാണ്. ഭഗവത് കഥകളെ ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ട് ഗുണഭാവങ്ങളൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധവും നിസ്സംഗവുമായി തീരും. ശുദ്ധമായ മനസ്സിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവും. ഭക്തി കൊണ്ട് മനസ്സ് സത്വഗുണപ്രധാനമായിട്ട് തീരും. അങ്ങനെയുള്ള ആ മനസ്സിൽ, സത്വഗുണപ്രധാനമായ മനസ്സിൽ താൻ ആത്മാവാണ് എന്ന ബോധമാകുന്ന ജ്ഞാനം ഉദയം ചെയ്യും. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് മുക്തനായി തീരാനും സാധിക്കും. മോക്ഷപ്രാപ്തിക്കുള്ള സുഗമമായ മാർഗമാണ് ഭക്തിയോഗം. അത് ഏതൊരാൾക്കും അനുഷ്ഠിക്കാവുന്നതാണ്. സാധകനെ ഭക്തിയോഗത്തിൽ എത്തിക്കുന്ന ഭഗവത് കഥകളിൽ വിവേകിയായ ആർക്കാണ് പരീക്ഷിത്തെ താല്പര്യം തോന്നാതിരിക്കുക? അതുകൊണ്ട് ഭക്തി നമ്മൾ പ്രാവർത്തികമാക്കുക. ആ ഭക്തിയുടെ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രദർശനം, ഈശ്വരനാമജപം, സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഭഗവാനെ പൂജിക്കുക, ഇതൊക്കെ നിഷ്കളങ്കമായ രീതിയിൽ താൻ ചെയ്യേണ്ടതാണ്, തൻ്റെ കടമയാണ് എന്ന ഭാവത്തോടുകൂടി നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഭക്തി ക്രമേണ വർദ്ധിച്ചു വരും. ആ ഭക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്രമേണ നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരും, സത്വഗുണപ്രധാനമായിട്ട് തീരും. അങ്ങനെ സത്വഗുണപ്രധാനമായി മനസ്സ് ശുദ്ധമായി തീരുമ്പോഴാണ് നമ്മുടെ മനോമാലിന്യങ്ങൾ ക്രമേണ നീങ്ങുന്നതും ആ മനസ്സിൽ ജ്ഞാനം ഉളവാകുന്നതും. ഇവിടെ ജ്ഞാനമെന്ന് പറയുന്നത് നമ്മൾ പുസ്തകം വായിച്ചുണ്ടാകുന്ന ജ്ഞാനമല്ല, താൻ ആത്മാവാണ് എന്നുള്ളതായ ബോധം ഉദയം ചെയ്യുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനമാണ് അജ്ഞാനം നശിപ്പിക്കുന്നത്. അതോടുകൂടി കർമ്മവാസനകളെല്ലാം ഇല്ലാതെയായിത്തീരും, മുക്തനായി തീരാനും സാധിക്കും. അതുകൊണ്ട് ഭക്തി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സാധനാക്രമമാണ്. അത് ഏതൊരാൾക്കും പണ്ഡിത പാമര ഭേദമില്ലാതെ ഏതൊരാൾക്കും അനുഷ്ഠിക്കാവുന്നതുമാണ് എന്ന് പരീക്ഷത്തിനോട് ശ്രീശുക മഹർഷി പറയുകയാണ്. ഈ കഥകളൊക്കെ സൂതശൗനക സംവാദമാണല്ലോ നടക്കുന്നത്. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ശൗനക മഹർഷി സൂതനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ശ്രീശുക മഹർഷിയുടെ ഉപദേശത്തെ കേട്ടതായ പരീക്ഷിത്ത് മഹാരാജാവ് പിന്നെന്താ ചോദിച്ചത് എന്നുള്ളതാണ്. സജ്ജനങ്ങളുടേതായ സദസ്സിൽ തീർച്ചയായും ഭഗവത് കഥാലാപം തന്നെയാണ് നടന്നിരിക്കുക. പരീക്ഷിത്ത് പരമഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കളികൾ പോലും ഭഗവാനെ പറ്റി കേൾക്കുക, കീർത്തിക്കുക, പൂജിക്കുക, ധ്യാനിക്കുക ഇവയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നവധാ ഭക്തിയിൽപ്പെട്ടതായ കാര്യങ്ങൾ. ശ്രീശുക ബ്രഹ്മർഷി ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ച ആളുമാണ്. അപ്പോൾ ഉത്തമ ഭക്തനായ പരീക്ഷിത്തും പരമജ്ഞാനിയായ ശ്രീശുക ബ്രഹ്മർഷിയും കണ്ടുമുട്ടിയതായ സദസ്സിൽ നിശ്ചയമായും ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ മാത്രമല്ലേ ചോദിക്കുകയും വർണ്ണിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളൂ. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നതോടെ നമ്മുടെയൊക്കെ ഒരു ദിവസത്തെ ആയുസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈശ്വര ഭജനം ചെയ്യുന്ന സമയം ഒഴികെ, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്ന സമയം ഒഴികെ മറ്റുള്ള സമയം മുഴുവൻ നഷ്ടപ്പെട്ടത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ആ സമയത്ത് ലാഭമൊന്നുമില്ല. അങ്ങനെയല്ല, ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളും ജീവിക്കുന്നില്ലേ എന്നാണെങ്കിൽ അവിടെ ചോദിക്കുന്നുണ്ട്, വൃക്ഷങ്ങളും ജീവിക്കുന്നില്ലേ? നമ്മൾ പോലെ തന്നെ അതും നമ്മളും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? കാരണം വൃക്ഷങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നില്ല, സത്സംഗം കേൾക്കാൻ പോകുന്നില്ല, സത്കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ വൃക്ഷങ്ങളും നമ്മളും തമ്മിൽ എന്താണ് പിന്നെ വ്യത്യാസം എന്നവിടെ ചോദിക്കുന്നു. അതാണ് അവിടെ ചോദിക്കുന്നത്. 17-ാം ശ്ലോകത്തിലും 18-ാം ശ്ലോകത്തിലൊക്കെ ആയിട്ട് അവിടെ ചോദിക്കുന്നു. ആയുർഹരതി വൈപുംസാം ഉദ്യന്നസ്തം ചയന്നസൗ തസ്യർത്തേ യക്ഷണോ നീത ഉത്തമശ്ലോകവാർത്തയാ. ഉത്തമശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ കഥകൾ കേൾക്കുകയോ പറയുകയോ ആ ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലുകയോ ചെയ്യാത്തതായ ഒരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസം നമ്മുടെ ആയുസ്സിൽ വ്യർത്ഥമാണ് എന്നാണ് പറയുന്നത്.
നാം നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അല്പസമയമെങ്കിലും ആ ശ്രീഹരിയുടെ നാമം ജപിക്കാൻ സാധിക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിട്ടാണ് പറയണത്. അവരും ജീവിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരവക്കിം ന ജീവന്തി ഭസ്ത്രാക്കിം ന ശ്വസന്ത്യുത ന ഘാതന്തി ന മേഹന്തി കിം ഗ്രാമപശവോ പരേ ശ്വവിഡ് വരാഹുഷ്ട്രഘരൈ സംസ്തുത പുരുഷ പശു നയത് കർണപഥോപേതോ ജാതുനാമഗദാഗ്രജ. അതാണ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങളും ജീവിക്കുന്നില്ലേ? അത് അല്ല, അവർ ശ്വാസമെടുക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ എന്നാണെങ്കിൽ കൊല്ലൻ്റെ ആലയിലെ ഉല, കാറ്റ് അവിടെ ഊതാൻ വേണ്ടിയിട്ട് ആ തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ആ വായു അകത്തേക്ക് എടുത്തേക്ക് പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള യന്ത്രത്തെ ഉല എന്ന് പറയും. കൊല്ലൻ ആലയിൽ തീ ജ്വലിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ആ ഉലകളും ശ്വസിക്കുന്നുണ്ടല്ലോ, വായു അകത്തേക്ക് എടുക്കുന്നുണ്ട്, പുറത്തേക്ക് എടുക്കുന്നുണ്ട്. കേവലം മനുഷ്യൻ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് കൊണ്ട് ശ്രേഷ്ഠമായി തീരുന്നു എന്നുണ്ടെങ്കിൽ വായു അകത്തേക്കും പുറത്തേക്കും വിടുന്നതായിട്ടുള്ള ഈ സാധനവും ശ്രേഷ്ഠം തന്നെയായി തീരില്ലേ? അതല്ല, മനുഷ്യൻ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ പ്രാകൃത മൃഗങ്ങളും ആഹാരം കഴിക്കുകയും വിഷയസുഖം അനുഭവിക്കുക ചെയ്യുന്നില്ലേ? പൂച്ചയും നായയും കാക്കയും ഒക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരും ശ്രേഷ്ഠമായി തീരില്ലേ എന്ന് അവിടെ ചോദിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഇതുപോലെയൊന്നും അല്ലല്ലോ ജീവിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. വൃക്ഷങ്ങൾക്കും ഉലകൾക്കും മൃഗങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തതാണ് ഈശ്വര ഭജനം. അത് ചെയ്യാത്തവനെ എങ്ങനെ മനുഷ്യനായി കണക്കാക്കാൻ കഴിയും? ഒരു പ്രാവശ്യം പോലും ദിവസത്തിൽ ഭഗവത് കഥകൾ കേൾക്കാനോ ആ ഭഗവാന്റെ നാമം അല്പമെങ്കിലും ജപിക്കാനോ സാധിക്കാതെ നമ്മുടെ ദിവസം പോകുന്നുണ്ടെങ്കിൽ, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊന്ന് ദർശിക്കാൻ സാധിക്കാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ജീവിക്കുന്ന ആള് ഈ നേരത്തെ പറഞ്ഞ മൃഗങ്ങൾ ശ്വവിഡ് വരാഹ ഉഷ്ട്ര ഘരൈഹി, നായയെപ്പോലെയും പന്നിയെപ്പോലെയും ഒട്ടകത്തെപ്പോലെയും കഴുതയെപ്പോലെയൊക്കെയുള്ള അതുപോലെയുള്ള മൃഗങ്ങൾക്ക് തുല്യനാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മനോഹരമായ ചെവിയുണ്ട്. ആ ചെവി കൊണ്ട് ഭഗവാന്റെ കഥകളെയോ നല്ല വാക്കുകളെയോ ഒന്നും കേൾക്കാത്തതാണ്. ഏഷണിയും പരദൂഷണവും ഒക്കെ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെവിയാണ് എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ തിരുമാഹാത്മ്യത്തെ കേൾക്കാൻ ഉപയോഗിക്കാത്തതായിട്ടുള്ള കാതുകൾ എലി, പെരിച്ചാഴി, പാമ്പ് തുടങ്ങിയ ജീവികളൊക്കെ താമസിക്കുന്ന മാളങ്ങളെപ്പോലെ അശ്രീകരങ്ങളാണ് എന്നാണ് അവിടെ ശ്രീശുകൻ പറയുന്നത്. പൊത്തുകളാണ്. ബിലേപതോരുക്രമ വിക്രമാന്യേ ന ശൃണ്വതഃ കർണപുടേ നരസ്യ ജിഹ്വാസതീദാർദുരികേ വസൂത ന ചോപഗായത്യുരുഗായ ഗാഥാഹ. അതുപോലെ കേവലം ഈ എലിയും പെരിച്ചാഴിയൊക്കെ താമസിക്കുന്ന പൊത്തുകളെപ്പോലെയാണ് അങ്ങനെയുള്ള ആളുകളുടെ ചെവി. ഭഗവത് കഥകളെയും ഭഗവാന്റെ തിരുനാമങ്ങളെയൊക്കെ കീർത്തിക്കാത്ത നാവ് എന്ന് പറയുന്നത് തവളയുടെ നാവ് പോലെ എന്തെല്ലാമോ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. മഴക്കാലത്ത് തവളയും പാടവരമ്പത്ത് ഇരുന്നിട്ട് ശബ്ദമുണ്ടാക്കാറുണ്ട്. ആ ശബ്ദവും നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദവും പോലെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അത് പ്രയോജനമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ആരാണോ കഴിയുന്നതായിട്ടുള്ള നാവ് കൊണ്ട് ദിവസത്തിൽ അല്പമെങ്കിലും സമയം ഭഗവാന്റെ നാമം ജപിക്കുന്നത്, നാവിൻ്റെ പ്രയോജനം സാർത്ഥകമാകുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാന്റെ കഥകൾ പറയുക തുടങ്ങിയ കാര്യങ്ങൾ, നല്ല വാക്കുകൾ പറയുക, അപ്പോഴാണ് മനുഷ്യൻ സംസാരശേഷി മനുഷ്യന് കിട്ടിയതിന് പ്രയോജനമുണ്ടായി തീരുന്നത്. അല്ലെങ്കിൽ കേവലം തവള ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ മാത്രമായി തീരും എന്ന് പറയുന്നു. പട്ടുതലപ്പാവോ സ്വർണ്ണ കിരീടമോ ഒക്കെ അണിഞ്ഞതാണെങ്കിൽ കൂടിയിട്ട് ഭഗവാനെ നമസ്കരിക്കാത്തതായിട്ടുള്ള ശിരസ്സുണ്ടെങ്കിൽ അത് കേവലം കഴുത്തിന് ഭാരമായിട്ടിരിക്കുന്നതാണ്. സ്വർണ്ണ വളകളൊക്കെ അണിഞ്ഞതാണെങ്കിൽ കൂടി ഭഗവാനെ പൂജിക്കാത്ത കൈകളുണ്ടെന്നുണ്ടെങ്കിൽ അത് മൃതശരീരത്തിൻ്റെ കൈകളെപ്പോലെ അമംഗളങ്ങളാണ്. ഭഗവാന്റെ വിഗ്രഹങ്ങളെയോ ഭഗവത് ഭക്തന്മാരെയോ കാണാൻ ഉപയോഗിക്കാത്ത കണ്ണുകൾ മയിൽപ്പീലി കണ്ണുകൾ പോലെ പ്രയോജനമില്ലാത്തവയാണ്. ഭഗവാന്റെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാത്ത കാലുകൾ, സത്സംഗങ്ങളിലേക്ക് പോകാത്തതായിട്ടുള്ള കാലുകളുണ്ടെങ്കിൽ
മരക്കാലുകളെപ്പോലെ ഉപയോഗശൂന്യങ്ങളാണ്. കാരണം ഇതൊക്കെ നമുക്ക് ദുഃഖവും ദോഷവും ദുരിതങ്ങളും ഉണ്ടാക്കാൻ മാത്രമാണ് പ്രയോജനമായിട്ട് തീരുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ കാലുകളും കൈകളും ഒന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുഷ്കർമ്മങ്ങൾക്ക് മാത്രമേ അത് കാരണമായി തീരൂ. അത് തൻ്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഭാരങ്ങളെ വരുത്തി വയ്ക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് പറയുക. ഭഗവത് ഭക്തന്മാരുടെ പാദരേണുക്കൾ ശിരസിൽ അണിയാത്തവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതതുല്യനാണ്. ഭഗവാന്റെ കാൽക്കൽ പൂജിച്ചതായിട്ടുള്ള തുളസിപ്പൂവിൻ്റെ ഗന്ധം ആസ്വദിക്കാത്തവനെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതായിട്ടുള്ള മൃതശരീരം എന്നാണ് പറയേണ്ടത്. ഭഗവാന്റെ തിരുനാമ കീർത്തനം ചെയ്യുമ്പോൾ അലിയാത്ത ഹൃദയം കരിങ്കല്ലിന് തുല്യമാണ് പരീക്ഷിത്തേ. അതാണ് അത്തരം ഹൃദയത്തോടു കൂടിയവന് ഭക്തിയുടെ ഭാവങ്ങളായിട്ടുള്ള രോമാഞ്ചം, ആനന്ദക്കണ്ണീര്, ഗദ്ഗതം ഇവ സംഭവിക്കാത്തത്. ഭക്തനായിട്ടുള്ള സൂത, അങ്ങ് ഞങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പിന്നീട് പരീക്ഷിത്ത് എന്താണ് ചോദിച്ചതെന്നും ശ്രീശുകൻ എന്താണ് മറുപടി പറഞ്ഞത് എന്നും ഞങ്ങൾക്ക് കീർത്തിച്ചു തരാൻ ദയ കാണിക്കൂ എന്ന് അവിടെ സൂതൻ ശൗനകനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് 3-ാം അധ്യായം കഴിയുന്നത്. 4-ാം അധ്യായം ആരംഭിക്കുന്നു. ശ്രീശുക മഹർഷി അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത്. സൂതൻ മറുപടി പറയുകയാണ്. മനുഷ്യജീവിതം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള പരമപ്രയോജനം എന്ന് പറയുന്നത് അവസാനം നാരായണ സ്മരണമാണ് എന്നും അതുപോലെ തന്നെ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്നാൽ മാത്രമേ അത് സാധ്യമായി തീരൂ എന്നും അതിന് ഭഗവത് കഥകൾ ശ്രദ്ധാവിശ്വാസങ്ങളോടുകൂടി കേൾക്കുകയാണ് വേണ്ടത് എന്നുള്ളതായ ആ ശ്രീശുക മഹർഷിയുടെ ഉപദേശം കേട്ട പരീക്ഷിത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മനസ്സിനെ നന്നായി ഉറപ്പിച്ചു. ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായതായ ശരീരം, ഭാര്യ, മക്കള്, ഗൃഹം, ധനം, ബന്ധുക്കള്, രാജ്യം ഇവയിലൊക്കെയുള്ളതായ തൻ്റേതെന്ന അഭിമാനം ഉപേക്ഷിച്ചു. ഇവിടെ വലിയ ഒരു തത്വത്തെ വേദവ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തരികയാണ്. ആത്മജായാസുതാകാര പശുദ്രവിണ ബന്ധുഷു രാജ്യേ ചാവികലേ നിത്യം വിരൂഢം മമതാം ജഹോ എന്നുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മുടെ ശരീരമാണെങ്കിലും ഭാര്യ, മക്കള്, ഗൃഹം, ധനം, ബന്ധുക്കള്, രാജ്യം ഇവയൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മോക്ഷത്തിന് തടസ്സമല്ല. മറിച്ച് ഇതിലൊക്കെയുള്ളതായ ഈ മമതയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റേതാണ് എന്നുള്ളതായ ഈ അഭിമാനമാണ് നമുക്ക് ദുഃഖകാരണമായി തീരുന്നത്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയുന്നുണ്ടല്ലോ. ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരഭജനം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ശരീരം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശരീരം ആരോഗ്യകരമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നാമജപമാണെങ്കിലും ധ്യാനമാണെങ്കിലും ക്ഷേത്രദർശനമാണെങ്കിലും ഒക്കെ സാധിക്കൂ. അതുകൊണ്ട് കിട്ടിയതായിട്ടുള്ള ശരീരത്തെ വേണ്ട രീതിയിൽ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ കുടുംബമാകട്ടെ, അതിൽ ഭാര്യ, മക്കള്, ഗൃഹം, ജീവിക്കണമെങ്കിൽ നമുക്ക് താമസിക്കണമെങ്കിൽ ഗൃഹം അനിവാര്യമാണ്. ജീവിക്കണമെങ്കിൽ ധനം അനിവാര്യമാണ്. ബന്ധുക്കളുണ്ടാവും. രാജാവായതുകൊണ്ട് രാജ്യം, അതിനെ പരിപാലിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ഈശ്വരൻ്റെ ഒരു വിഭൂതിയാണ്. താൻ ഇതൊക്കെ ചെയ്യുന്നത് ഈശ്വരൻ്റെ ഒരു ദാസനായി തൻ്റെ കടമ നിർവഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ സ്വാമിയായിരിക്കുന്നത് സാക്ഷാൽ ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഭാവനയോടുകൂടി ഇതൊക്കെ തൻ്റെ കടമയാണ് എന്ന് കരുതി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതൊന്നും നമ്മളെ ബന്ധിക്കുന്നില്ല, ബന്ധകാരണമായി തീരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായിട്ടുള്ളത് ഇതൊക്കെ എൻ്റേതാണ് എന്നുള്ള അഭിമാനമാണ്. ഇത് കേവലം നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇതെല്ലാം നമുക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്.
നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നമുക്കൊരു ശരീരം കിട്ടുന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം, ജനിച്ചു വന്നതിന് ശേഷം പിന്നീട് ഭാര്യ, മക്കള്, ഗൃഹം, ധനം, ബന്ധുക്കൾ, തൻ്റെ പദവികൾ, ഇതൊക്കെ ഇവിടെ വന്ന് നേടിയെടുക്കുന്നതാണ്. മാത്രമല്ല, ഈ ലോകത്തുനിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്കിഷ്ടമില്ലെങ്കിലും ഇതൊക്കെ ഉപേക്ഷിച്ച് പോവുകയും വേണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വ്യവഹാരത്തിന് ആവശ്യമാണ് എന്നുള്ള ഭാവത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മാഹാത്മ്യങ്ങളെ കേട്ടാൽ കൊള്ളാം എന്ന ആഗ്രഹത്തോടു കൂടി രാജാവ് ചോദിക്കാൻ ആരംഭിച്ചു. 7-ാം ദിവസം മരണം സംഭവിക്കുമെന്നറിഞ്ഞ് ധർമ്മം, അർത്ഥം, കാമം, ഈ 3 പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാനുള്ള സകല കർമ്മങ്ങളെയും അദ്ദേഹം ഉപേക്ഷിച്ചു. സ്വാഭാവികവും അങ്ങനെയാണ്. 7-ാമത്തെ ദിവസം മരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിനോട് വലിയ ധർമ്മകാര്യങ്ങളെ സാധിക്കുന്നതായിട്ടുള്ള അശ്വമേധ യാഗം ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ താല്പര്യം ഉണ്ടാവില്ല. കുറേ സമ്പത്ത് തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാൾക്ക് കുറേ കാശ് തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല സാധാരണ നിലയ്ക്ക്. അതുപോലെ തന്നെയാണ് കാമന, ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംഭവിക്കുന്ന രീതിയിൽ 7-ാം ദിവസം മരണം സംഭവിക്കും എന്നറിഞ്ഞ് ധർമാർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാനുള്ള സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ചു. ഭഗവാനിൽ ഉറച്ച ഭക്തിയോടെയും ഭഗവാനും ആത്മാവും ഒന്നു തന്നെ എന്ന ബോധത്തോടെയും പരീക്ഷിത്ത് പറഞ്ഞു, സർവജ്ഞനായ ഹേ ബ്രഹ്മർഷി, അങ്ങയുടെ ഉപദേശങ്ങൾ എനിക്ക് വളരെ നല്ലതായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭഗവത് കഥകൾ കേൾക്കുന്തോറും എൻ്റെ അജ്ഞാനം കുറഞ്ഞു വരുന്നു. ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സ്വന്തം മായ കൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്? ഇതാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. കാരണം ആദ്യം അറിയേണ്ടതായിട്ടുള്ള ജിജ്ഞാസ ശമിച്ചു. അങ്ങനെയാണല്ലോ, നമുക്ക് ആദ്യം ഒരു ജിജ്ഞാസ ഉണ്ടാവും. അപ്പോൾ മരണാസന്നനായിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഈശ്വര സ്മരണയോടുകൂടി, നാരായണ സ്മരണയോടുകൂടി ശരീരം ഉപേക്ഷിക്കുക, മരിക്കാൻ സാധിക്കുക. അതിനി 7 ദിവസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള വഴികൾ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു. എങ്ങനെയാണ് അത് സാധിക്കുക? 2 തരത്തിലുണ്ട്. ക്രമമുക്തിയും സദ്യോമുക്തിയും 2 തരത്തിലുണ്ട്. അതിനുള്ള വഴികൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ധ്യാന പ്രക്രിയകളെക്കുറിച്ചിട്ട് പറഞ്ഞു. ആ ധ്യാന പ്രക്രിയയിൽ ഒന്ന്, ചതുർഭുജനായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുന്ന പ്രക്രിയ പറഞ്ഞു. മനസ്സ് വിഷയങ്ങളിലേക്ക്, ലോകത്തിലേക്ക് പോകുമ്പോൾ വിരാട് ധ്യാനം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി അതല്ല, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓരോ ദേവതകളെ ഉപാസിക്കുന്നതായിട്ടുള്ള ആഗ്രഹപൂർത്തിക്കും ദേവതകളെ ഉപാസിക്കുന്നതായിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടികളൊക്കെ സമഗ്രമായിട്ട് പറഞ്ഞു. പിന്നീട് സ്വാഭാവികമായിട്ടും ആ ജിജ്ഞാസ ശമിച്ച സമയത്താണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. കാരണം പൊതുവെ മനുഷ്യനെന്നും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വലിയ ഉത്കണ്ഠയാണ്, അല്ലെങ്കിൽ ആകാംക്ഷയാണ്. എന്നും കുട്ടികളുടെയാണെങ്കിലും മുതിർന്നവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു കൗതുകത്തിനും ആകാംക്ഷയ്ക്കും പാത്രമാണ് ഈ ലോകം. അറ്റമില്ലാത്തതായ, മാറിക്കൊണ്ടിരിക്കുന്നതായ, ചിന്തിച്ചാലൊരു എത്തും പിടിയും കിട്ടാതായിട്ടുള്ള ഈ ലോകം, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സ്വന്തം മായ കൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് ഇതിനെ രക്ഷിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത് എങ്ങനെയാണ്? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുണ്ടല്ലോ, ഇതെങ്ങനെയാണ് നടക്കുന്നത്? ആ സർവശക്തനായിരിക്കുന്ന പരമപുരുഷനായ ഭഗവാൻ ഏതേത് ശക്തികളെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുന്നത്? ആത്മാവായ ഭഗവാൻ ആത്മാവായ തന്നെ കൊണ്ട് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുന്നത് ആശ്ചര്യകരമായിട്ട് തോന്നുന്നുണ്ട്. ഒരു
കുശവൻ മണ്ണ് ഉപയോഗിച്ച് കുടങ്ങൾ ഉണ്ടാക്കുന്നു. സ്വർണ്ണപ്പണിക്കാരനാണെങ്കിൽ സ്വർണം കൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ചുറ്റിക, അതുപോലെ തീയ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം സ്വർണം കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിന് വസ്തുക്കൾ ആവശ്യമാണ്. സ്വർണ്ണപ്പണിക്കാരൻ ആവശ്യമാണ്. സ്വർണം താനെ ആഭരണങ്ങളായിട്ട് മാറുന്നില്ല, മണ്ണ് താനെ കുടമായിട്ട് മാറുന്നില്ല. അല്ലെങ്കിൽ കുശവൻ സ്വയം മണ്ണിൻ്റെ സഹായമില്ലാതെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നില്ല, സ്വർണ്ണപ്പണിക്കാരൻ സ്വർണമില്ലാതെ സ്വർണം ഉണ്ടാക്കുന്നില്ല, ഇരുന്നങ്ങോട്ട് സങ്കല്പിച്ച് അദ്ദേഹം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് നിമിത്ത കാരണങ്ങളോ ഉപാദാന കാരണങ്ങളോ ഒന്നുമില്ലാതെ ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്? കാരണം ആത്മാവ ഇതമഗ്ര ആസീത്, ആത്മാവ് മാത്രമേ അല്ലെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആത്മാവായിരിക്കുന്ന ഭഗവാൻ ആത്മാവായ തന്നെ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്നത്? അത് ആശ്ചര്യകരമായിട്ട് തോന്നുന്നുണ്ട്. സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളും പരമാത്മാവായ ഭഗവാൻ തന്നെയാണല്ലോ. അത്ഭുതകരങ്ങളായ ലീലകളോടുകൂടിയ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ ജ്ഞാനികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തവയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ഒന്നിച്ചു സ്വീകരിച്ചുകൊണ്ടാണോ, അതോ ആദ്യം രജോഗുണമാണ് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത്, പിന്നീട് സത്വഗുണം അതിനെ പാലിക്കാൻ ഉപയോഗിക്കുന്നു, പിന്നീട് തമോ ഗുണം അതിനെ സംഹരിക്കാൻ ഉപയോഗിക്കുന്നു? ഇങ്ങനെ ക്രമത്തിൽ സ്വീകരിച്ചിട്ടാണോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്? അപ്പോൾ എല്ലാ 3 ഗുണങ്ങളെയും ഒരുമിച്ചെടുത്ത് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആദ്യം രജോഗുണ സ്വരൂപം സ്വീകരിച്ച് ഭഗവാൻ സൃഷ്ടിക്കുന്നു, സത്വഗുണം കൊണ്ട് അതിനെ പാലിക്കുന്നു, തമോ ഗുണം കൊണ്ട് സംഹരിക്കുന്നു? ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതിനറിഞ്ഞാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. കാരണം അങ്ങ് ശബ്ദബ്രഹ്മമായിട്ടുള്ള വേദത്തിലും പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മതത്വത്തിലും ദൃഢമായിട്ടുള്ള നിഷ്ഠയോടുകൂടിയവനാണല്ലോ. അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങേക്ക് വിഷമം കാണില്ല. അതുകൊണ്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവ് അപേക്ഷിച്ച സമയത്ത് ശ്രീശുക മഹർഷി മറുപടി പറയാൻ തുടങ്ങുകയാണ്. ശ്രീശുക മഹർഷി പറയുന്നു, പരീക്ഷിത്തെ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പായി ഞാൻ എൻ്റെ എല്ലാമായിരിക്കുന്ന ഭഗവാനെ ഒന്ന് സ്തുതിച്ച് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ശുകസാരസ്വതം എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗമാണ് ഈ ശ്ലോകങ്ങളിലൂടെ. വളരെ വിശേഷമായിട്ടുള്ള സ്തുതിയാണ് ഈ ശുകസാരസ്വതം. ഇത് ദിവസവും ജപിക്കുന്നത് തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. 12-ാം ശ്ലോകം മുതൽ 4-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകം മുതൽ നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവർത്മനെ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ആ ശ്ലോകങ്ങൾ വളരെ വിശേഷമായിട്ടുള്ളതാണത്. ശേഷുക മഹർഷി പറയണു, ഒരിക്കലും മറവോ മുറിവോ ഇല്ലാത്തതായ മഹിമയോടുകൂടിയവനും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങളാകുന്ന 3 ശക്തികളെ സ്വീകരിച്ചവനും എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങുന്നവനും ആർക്കും ഒരു വിധത്തിലും അറിയാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനും പരമപുരുഷനുമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സജ്ജനങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനും ദുർജനങ്ങളെ സംഹരിക്കുന്നതിനായി പല സ്വരൂപങ്ങളും സ്വീകരിച്ച് അവതരിക്കുന്നവനും പരമഹംസന്മാരായ സന്യാസിമാർക്ക് അവരുടെ ലക്ഷ്യമായ പരമാത്മസ്വരൂപത്തെ പ്രകാശിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നവനുമായ ഭഗവാന് വീണ്ടും വീണ്ടും എൻ്റെ നമസ്കാരം. ഭക്തന്മാർക്ക് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനും കപടയോഗികൾക്ക് അതിദൂരത്തിൽ വിളങ്ങുന്നവനും തുല്യതയോ ശ്രേഷ്ഠതയോ ഇല്ലാത്ത മഹിമ അതിശയം കൊണ്ട് തൻ്റെ വാസ്തവസ്വരൂപമാകുന്ന ബ്രഹ്മത്തിൽ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നവനുമായിരിക്കുന്ന ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ഭഗവാനെ കീർത്തിക്കുക, സ്മരിക്കുക, ദർശിക്കുക, വന്ദിക്കുക, പൂജിക്കുക എന്നീ സാധനകളെ കൊണ്ട്
ലോകരുടെ പാപം മുഴുവൻ അതിവേഗത്തിൽ നശിക്കാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ടാണ് ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും ഭഗവാന്റെ തിരുനാമ കീർത്തനത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഓം നമോ നാരായണായ എന്നുള്ള നാമമാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കീർത്തനങ്ങൾ ദിവസവും. ഇപ്പോൾ മഹാദേവനാണെങ്കിൽ ശിവപഞ്ചാക്ഷര കീർത്തനം ദിവസവും ശിവക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് ചൊല്ലാം. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഏതെങ്കിലും അതുപോലെയുള്ള സ്തോത്രങ്ങൾ ചൊല്ലാം. കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ സഹസ്രനാമം ജപിക്കാം. ഇങ്ങനെയുള്ള കീർത്തനം ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക, അതായത് കുറച്ച് സമയം ധ്യാനിക്കുക. അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കുക, ക്ഷേത്രത്തിൽ പോയി ഭഗവത് വിഗ്രഹത്തെ ദർശിക്കുക. അങ്ങനെ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിക്കുക. പൂജിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. വീട്ടിൽ നമുക്ക് ഭഗവാനൊരു വിളക്ക് കൊളുത്തി ഒരു പുഷ്പമെങ്കിലും ഭഗവാന് സമർപ്പിച്ച് പൂജിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ കൊണ്ട് നമ്മുടെ പാപം മുഴുവൻ അതിവേഗത്തിൽ നശിക്കാനിടയായിത്തീരും. അങ്ങനെയുള്ള മംഗളകരങ്ങളായ കീർത്തിയോടുകൂടിയതായിരിക്കുന്ന ഭഗവാനിൻ്റെ നമസ്കാരം. വിവേകികളായ ആളുകൾ ഭഗവത് പദാരവിന്ദങ്ങളെ സേവിച്ച് ഭക്തി വളർത്തി ഇഹലോക സുഖങ്ങളിലും പരലോക സുഖങ്ങളിലുമുള്ള ആഗ്രഹത്തെ ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിലടക്കി അതിവേഗത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം സാധിച്ച് മുക്തരായിത്തീരുന്നു. ഏതൊരു ഭഗവാന്റെ പാദസേവാ പ്രഭാവത്താലാണോ അത് സാധിക്കുന്നത്, മംഗളകരമായിട്ടുള്ള കീർത്തിയോടുകൂടിയ ഭഗവാന് അനേകം നമസ്കാരം. തപസ്വികൾ തപസ്സിനെയും ദാനശീലന്മാർ ദാനത്തെയും കീർത്തിമാന്മാർ കീർത്തിയെയും യോഗികൾ യോഗത്തെയും മന്ത്രമറിയുന്നവർ മന്ത്രജ്ഞാനത്തെയും സദാചാരനിഷ്ഠന്മാരായ ആളുകൾ സദാചാരത്തെയും ഭഗവാന് സമർപ്പിച്ചില്ല എങ്കിൽ അവർക്ക് അഹങ്കാരം വർദ്ധിച്ച് ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമുണ്ടായിത്തീരും. അങ്ങനെയുള്ള മംഗളകരമായ കീർത്തിയോടുകൂടിയതായിട്ടുള്ള ഭഗവാന് എൻ്റെ നമസ്കാരം. കാട്ടാളന്മാർ, ഹൂണന്മാർ, അന്ധന്മാർ, പുളിന്തന്മാർ, പുൽക്കസന്മാർ, യവനന്മാർ, ഖസന്മാർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അധർമ്മികളായിട്ടുള്ള ആളുകളാണ്. പലതരത്തിലുള്ള പാപപ്രവർത്തികളും ചെയ്ത് ജീവിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ആളുകളും അവരെ കൂടാതെ പറയാൻ വിട്ടുപോയതായിട്ടുള്ള മറ്റ് അധർമ്മ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളും പാപികളായിട്ടുള്ള ആളുകളും ഒരു വിധത്തിലും ഈശ്വരപ്രാപ്തിക്ക് അർഹതയില്ലാത്തവരാണ്. കാരണം അറിയാതെ പോലും ഈശ്വരനാമം ജപിക്കുകയോ വഴിതെറ്റിയെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ദർശിക്കുകയോ പോലും ചെയ്യാത്ത ആളുകളാണ്. അത് ഇന്നും നമുക്ക് കാണാമല്ലോ. തലയിൽ മുണ്ടിട്ടിട്ടൊക്കെ വേണമെങ്കിൽ ആ വഴിക്ക് പോയിട്ട് ഞാൻ അവിടെ പോയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളെ ഇന്നും നമുക്ക് കാണാം. എങ്കിലും അങ്ങനെയുള്ള ആളുകൾ പോലും ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഒരു മഹാത്മാവിനെ ആശ്രയിച്ചാൽ പാപം നശിച്ച് അതിവേഗത്തിൽ ശുദ്ധരായിത്തീരും. മഹാത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ ക്രമേണ അവരിലൂടെ ഇതിൻ്റെയൊക്കെ മാഹാത്മ്യത്തെ മനസ്സിലാക്കുകയും ക്രമേണ ഭക്തിയിലേക്ക് അവർ പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ അവരുടെ പാപം നശിച്ച് അവർ ശുദ്ധരായി തീർന്ന് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പാപം നശിച്ച് അതിവേഗത്തിൽ അവർ ശുദ്ധരായിത്തീരും. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചൊരു ഭക്തന് തന്നെ പരമപാപികളെപ്പോലും പവിത്രീകരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കഴിവ് എത്ര വലുതായിരിക്കും. അങ്ങനെയുള്ള സർവശക്തനും മഹാപ്രഭുമായിരിക്കുന്ന ഭഗവാന് വീണ്ടും എൻ്റെ നമസ്കാരം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സപ്തർഷികളുടെ അടുത്ത് രത്നാകരൻ എന്ന വലിയൊരു കാട്ടാളൻ, ദുഷ്ടനായിരിക്കുന്ന കാട്ടാളൻ വന്നു. ആ സപ്തർഷികളെ കൊള്ളയടിക്കാൻ വേണ്ടി പിടിച്ചു കിട്ടുന്നു. പക്ഷേ കുറച്ചു സമയം അവരുടെ ആ വാക്കുകൾ കേട്ടതായിട്ടുള്ള അദ്ദേഹം വാത്മീകി എന്ന ഒരു മഹർഷിയായി മാറി. അങ്കുലിമാലിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ മഹാപാപികളായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളും ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഭക്തന്മാരുടെ സമ്പർക്കം കൊണ്ട് ഉത്തമരായി തീരുന്നുണ്ട് എങ്കിൽ ആ ഭഗവാന്റെ മഹിമ എത്രയായിത്തീരും, അല്ലെങ്കിൽ എത്ര ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മഹാപ്രഭുവായിരിക്കുന്ന ഭഗവാന് വീണ്ടും എൻ്റെ നമസ്കാരം. ഭഗവാൻ ആത്മജ്ഞാനികൾക്ക് ഈശ്വരനാണ്. വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേദസ്വരൂപനാണ്. ധർമ്മം ആചരിക്കുന്നവർക്ക് ധർമ്മസ്വരൂപനാണ്. തപസ്വികൾക്ക് തപോമയനാണ്. മായാധർമ്മങ്ങൾ ബാധിക്കാത്തവരായ ബ്രഹ്മാവ്, ശിവൻ എന്നീ ദേവശ്രേഷ്ഠന്മാർ പോലും വിസ്മയത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് അവിടുന്ന്. അപ്രകാരമുള്ള മഹിമ അതിരേകത്തോടു കൂടിയ ഭഗവാൻ എന്നോട് സന്തോഷിക്കുമാറായി തീരണേ. ലക്ഷ്മീവതിയും
യജ്ഞത്തിൻ്റെ പതിയും പ്രജകളുടെ പതിയും ലോകത്തിൻ്റെ മുഴുവൻ പതിയും ഭൂമിയുടെ പതിയും യാദവന്മാരുടെ പതിയും ഗതിയുമാണ് ഭഗവാൻ. അങ്ങനെ എല്ലാവരുടെയും രക്ഷിതാവും സജ്ജനങ്ങളുടെ പതിയുമായ ഭഗവാൻ എന്നോട് സന്തോഷിക്കണേ. ഭഗവത് പദാരവിന്ദങ്ങളെ ഭക്തിയോടെ ധ്യാനിക്കുന്നവൻ്റെ ബുദ്ധി രജോ ഗുണ തമോ ഗുണ വാസനകൾ നീങ്ങി ശുദ്ധമായി തീരും. അങ്ങനെ സത്വഗുണ പ്രധാനമായി തീർന്ന ബുദ്ധി കൊണ്ട് തൻ്റെ പരമാർത്ഥ തത്വം, അതായത് താൻ ശരീരമല്ല, യഥാർത്ഥത്തിൽ ആത്മാവാണ് എന്നതായ സത്യം വിദ്വാൻമാർ തിരിച്ചറിയുന്നു. എല്ലാവരും ആത്മതത്വത്തെ അറിയുന്നത് ഒരുപോലെയാണെങ്കിലും ഓരോരുത്തരും ഓരോ വിധത്തിലാണ് അതിനെ ലോകത്തിന് ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ള മോക്ഷദാതാവായിരിക്കുന്ന ഭഗവാൻ എന്നോട് സന്തോഷിക്കണേ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാനാണ് ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചത്. ആ ജ്ഞാനമാണ് ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങളിൽ കൂടി ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളായി പുറമേക്കൊഴുകാൻ ഇടയായി തീർന്നത്. ആ വേദമന്ത്രങ്ങളെ തപസ്സുകൊണ്ട് സാക്ഷാത്കരിച്ചവരാണ് ഋഷികൾ. ഋഷികളെക്കാൾ ശ്രേഷ്ഠൻ വേദങ്ങളെ പുറമേക്ക് പ്രകാശിപ്പിച്ചതായ ബ്രഹ്മാവ് തന്നെയാണ്. എന്നാൽ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ വേദജ്ഞാനത്തെ പ്രകാശിപ്പിച്ചതായ ഭഗവാനല്ലേ ഋഷികളിൽ എല്ലാവരിലും വെച്ച് ഉത്കൃഷ്ടനായിട്ടുള്ളത്. അങ്ങനെയുള്ള സർവശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ എന്നോട് സന്തോഷിക്കണേ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് എല്ലാ ശരീരങ്ങളെയും സൃഷ്ടിച്ച് അവയിൽ ജീവസ്വരൂപത്തിൽ വിളങ്ങുന്നതായ ഭഗവാൻ 16 സ്വരൂപത്തിൽ 16 വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഏതെല്ലാമാണ് 16 എന്നാണെങ്കിൽ, കാതായി തീർന്ന് കേൾക്കുന്നു, ത്വക്കായി തീർന്ന് സ്പർശത്തെ അറിയുന്നു, കണ്ണായി തീർന്ന് കാണുന്നു, നാവായി തീർന്ന് രുചിക്കുന്നു, മൂക്കായി തീർന്ന് മണക്കുന്നു, കൈയായി തീർന്ന് എടുക്കുന്നു, കാലായി തീർന്ന് നടക്കുന്നു, വാക്കായി തീർന്ന് സംസാരിക്കുന്നു, ഉപസ്ഥമായി തീർന്ന് ആനന്ദിക്കുന്നു, പായുവായി തീർന്ന് വിസർജിക്കുന്നു. കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളെ പ്രാണനായി തീർന്ന് അകത്തോട്ട് സ്വീകരിക്കുന്നു. ശരീരത്തിൽ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെ അപാനനായി പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. വ്യാനനായി തീർന്ന് എല്ലാ നാഡീഞരമ്പുകളിലും വ്യാപിച്ചിരിക്കുന്നു. സമാനനായി തീർന്ന് ആഹാരപദാർത്ഥങ്ങളുടെ രസത്തെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. ഉദാനനായി മേൽപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനസ്സായി തീർന്ന് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 16 സ്വരൂപത്തിൽ 16 വിഷയങ്ങളെ അനുഭവിക്കുന്നവനായ ഭഗവാൻ എൻ്റെ വാക്കുകളെ അവിടുത്തെ സാന്നിധ്യം കൊണ്ടും മഹിമകളെ കൊണ്ടും അലങ്കരിക്കുമാറാകണേ. നമ്മുടെ 10 ഇന്ദ്രിയങ്ങളും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പിന്നെ പഞ്ചപ്രാണൻ, മനസ്സ്, ഇതാണ് 16 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ 16 ഘടകങ്ങളും ഭഗവത് സ്വരൂപത്താലാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ, ജീവചൈതന്യമില്ല എങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇതിനെ അനുഭവിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമൊക്കെ ഭഗവാനാണ്. ആ ഭഗവാൻ, ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ എൻ്റെ വാക്കുകളെ അവിടുത്തെ സാന്നിധ്യം കൊണ്ടും മഹിമകളെ കൊണ്ടും അലങ്കരിക്കുമാറാകണേ. അതായത് ആ ഭഗവാന്റെ അനുഗ്രഹം തൻ്റെ വാക്കുകളിൽ വരുന്ന സമയത്ത് വാക്കുകൾ ശുദ്ധമായി തീരുന്നു, വാക്കുകളിൽ ദോഷങ്ങളില്ലാതെയായി തീരുന്നു, പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിലായിത്തീരുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ശുഖസാരസ്വതം എന്നുള്ളത് ഇതിന് പേര് തന്നെ വന്നത്. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ ഭഗവാൻ വാസുദേവനാണല്ലോ ഭാഗവത ജ്ഞാനത്തെ ആദ്യത്തിൽ ബ്രഹ്മദേവന് ഉപദേശിച്ചത്. ആ ഭഗവാന് അനന്തകോടി നമസ്കാരം. പരീക്ഷത്തെ, ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അങ്ങ് എന്നോട് ചോദിച്ചുവല്ലോ. അതേ ചോദ്യം തന്നെ പണ്ട് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിക്കുകയുണ്ടായി. ബ്രഹ്മദേവൻ ശ്രീ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത് അതേപോലെ തന്നെ ഞാൻ അങ്ങയെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 4-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. പിന്നീട് ബ്രഹ്മനാരദ സംവാദമാണ് 5-ാം അധ്യായത്തിലൂടെ ആരംഭിക്കുന്നത്. അതായത് ബ്രഹ്മദേവനോട് നാരദ മഹർഷി തൻ്റെ സംശയത്തെ ചോദിച്ചതും, അതായത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളാണ്. അതിന് ബ്രഹ്മദേവൻ മറുപടി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശ്രീശുക മഹർഷി അതിന് മറുപടി പറയാൻ തുടങ്ങുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിയും.